ഹായ് ഹലോ എല്ലാവർക്കും ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്രോഷേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഇയർ സേവറാണ്. അപ്പോൾ നമ്മൾ മാസ്കൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ബാൻഡ് ചെവിയിലൂടെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ചെവിക്കൊരു വേദനയൊക്കെ അനുഭവപ്പെടാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇയർ സേവർ യൂസ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ഇടേണ്ടതും സ്റ്റിച്ചസും ഒക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ജസ്റ്റ് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി ചെയിനാണ് ഉണ്ടാക്കേണ്ടത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 25 ചെയിൻ അത്ര മതിയാകും. മുതിർന്നവർക്കാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് ഇവിടെ ഒരു 30 ബേസ് ചെയിൻ എടുക്കാം. ഓക്കെ, 30 ചെയിൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സിംഗിൾ ക്രോഷയും ഡബിൾ ക്രോഷയും ആണ്. ഇനി നമ്മുടെ സൗകര്യം പോലെ ഏത് സ്റ്റിച്ചസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം തന്നെ ഞാൻ ഈ 30 എണ്ണത്തിലും ഫുള്ളായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് സിംഗിൾ ക്രോഷയാണ്. അപ്പോൾ സിംഗിൾ ക്രോഷ കൊടുക്കാൻ ഫസ്റ്റത്തെ ചെയിന് വിട്ട് രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തി വിട്ട് ഞാൻ കൊളുത്തി വലിച്ചു കൊണ്ടുവന്ന് അപ്പോൾ 2 ലൂപ്പ് കിട്ടും. ആ 2 ലൂപ്പിലൂടെയും പിന്നെയും ഞാൻ കൊളുത്തി വലിച്ചെടുത്താൽ മതിയാകും. അത് തന്നെ എല്ലാ ചെയിനിലും ചെയ്തു കൊടുക്കണം. എല്ലാ ചെയിനിലും ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ലാസ്റ്റ് ചെയിനിൽ എത്തുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2 സിംഗിൾ ക്രോഷ വേണം കൊടുക്കാൻ. 1 2. ഓക്കെ, ലാസ്റ്റ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷ കൊടുക്കുക. ബാക്കി എല്ലാത്തിലും ഓരോന്ന് വീതം കൊടുത്താൽ മതിയാകും. ഇനി ഈ സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തുന്നി. ഇനി രണ്ടാമത് ബാക്ക് സൈഡിൽ വേണം തുന്നിയെടുക്കാൻ. ഈ ടെയിലോട് കൂടി തുന്നിയെടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് തുന്നാം. അങ്ങനെ ഈ ഭാഗം കൂടി സിംഗിൾ ക്രോഷ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വരെ തുന്നിയെടുത്തു. അതായത് 2 ഭാഗത്തും ആയിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ കൊടുത്തു. ഇനി നെക്സ്റ്റ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഡബിൾ ക്രോഷയാണ്. നമുക്ക് ഡബിൾ ക്രോഷ തന്നെ കൊടുക്കണമെന്നില്ല, ഹാഫ് ഡബിൾ ക്രോഷ ആയാലും അല്ലെങ്കിൽ സിംഗിൾ ക്രോഷ തന്നെ കൊടുത്താലും മതി. ഇനി ട്രിപ്പിൾ ക്രോഷ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. ഞാനിവിടെ ഡബിൾ ക്രോഷയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷ ചെയ്ത് വെച്ച് നിർത്തിയിട്ടാണുള്ളത്. ഇനിയിപ്പോൾ ഫസ്റ്റ് ചെയിനിൽ ഡബിൾ ക്രോഷ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഡബിൾ ക്രോഷ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഹൂക്ക് ഒന്നുകൂടെ ചുറ്റിയിട്ട് വേണം ഞാൻ കൊളുത്തി വലിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന 3 ലൂപ്പിൽ നിന്നും ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ച് പുറത്തേക്ക് എടുത്ത് പിന്നെയും കിട്ടുന്ന 2 ലൂപ്പിലൂടെ ഞാൻ പുറത്തേക്ക് എടുത്താൽ മതിയാകും. അതുപോലെ എല്ലാത്തിലും നമുക്ക് കൊടുത്തു നോക്കാം. ഒന്നുകൂടെ ഹൂക്കൊന്ന് ചുറ്റി രണ്ടാമത്തെ ചെയിനിനിടയിലൂടെ ഞാൻ കൊളുത്തി വലിച്ചെടുത്തു. 3 ലൂപ്പ് കിട്ടി. ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്തെടുത്തു, പിന്നെ രണ്ടാമത്തെ 2 ലൂപ്പിലൂടെയും പുറത്തെടുക്കുക. അങ്ങനെ എല്ലാത്തിലും ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതും 2 സൈഡിലായിട്ട് കൊടുക്കണം.
ഓക്കെ, രണ്ട് ഭാഗമായി. ഇനി നമുക്ക് ലാസ്റ്റ് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ടൈറ്റ് ചെയ്താൽ മതി. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തു. ഓക്കെ, നമ്മളെ ഇറർ സേവിയർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിന് ബട്ടൺ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പായി ഈ ടെയിൽ വരുന്നത് നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം. ഇനി ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് രണ്ട് ബട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം റെഡിയായി. അപ്പോൾ നമുക്ക് ബട്ടൺ ഫിറ്റ് ചെയ്യാം. നമുക്ക് തന്നെ വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ.